അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ നാറ്റോ മോഡൽ സഖ്യത്തിനായി ഇറാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സർവ്വ മേഖലയിലും നിയന്ത്രണമുണ്ടാക്കാൻ വേണ്ടി എല്ലാ അറേബ്യൻ രാജ്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കയറുക അല്ലെങ്കിൽ കടന്നു വരിക എന്നുള്ളതായിരുന്നു ഇറാൻ്റെ ഉദ്ദേശം. ന്യൂയോർക്ക് ടൈംസാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശദീകരണ കുറിപ്പ് തന്നെ തയ്യാറാക്കിയത്. അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി തങ്ങൾക്ക് ലഭിച്ച വളരെ രഹസ്യമായിരിക്കുന്ന വിവരം എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടാണ് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അവർ പറയുന്നത് മേഖല അശാന്തമാണെങ്കിലും മേഖലയിൽ ഒരു കൃത്യമായിരിക്കുന്ന സൈനിക സംവിധാനം ഉണ്ടാക്കാൻ ഇറാന് സാധിക്കും. ഇറാനിൽ എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളുണ്ടെങ്കിൽ ചൈനയും റഷ്യയും സഹായിക്കുകയും ചെയ്യും. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളുടെ മേഖല ഒരു നിയന്ത്രണത്തിൻ്റെ മേഖലയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും. അഥവാ അമേരിക്കൻ വിരുദ്ധ സമീപന രീതികൾ സ്വീകരിക്കുന്നിടത്തേക്ക് അറേബ്യൻ രാജ്യങ്ങളെ മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ട് നിലവിലെ സാഹചര്യത്തിൽ സാധിക്കും എന്ന് ഇറാൻ പലകുറി തെളിയിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാനെ ചങ്ങലയിൽ തളയ്ക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ചങ്ങലയിൽ തളച്ചാലോ അവർ അത് ചങ്ങല പൊട്ടിച്ചുകൊണ്ട് കുതിക്കും. കാര്യം എന്താണ് ഇറാൻ എന്നും അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന പിൻബലവും സൈനികപരമായിരിക്കുന്ന ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. ആയതിനാൽ തന്നെ അവരെ പ്രകോപിപ്പിച്ചത് മണ്ടത്തരമായിപ്പോയി. ഏതൊരു രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുന്ന സമയത്തും ആ രാജ്യത്തിൻ്റെ ന്യൂനതകളും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ആയുധത്തിൻ്റെ ഉറവിടങ്ങളും ആയുധം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ രണ്ടാമത് എത്തിക്കാനുള്ള സംവിധാനമുണ്ടോ അല്ലെങ്കിൽ നിർമ്മിക്കാൻ അവർക്ക് ഉതകുമോ എന്ന തരത്തിലുള്ള കൃത്യമായിരിക്കുന്ന ഒരു ബയോളജി പരമായിരിക്കുന്ന പഠനം നടത്തുന്നതിലും നടത്തിയതിലും അമേരിക്ക പരാജയപ്പെട്ടു. ലോക ചരിത്രത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യത്തിനും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നാശങ്ങളും അതിൻ്റെയൊക്കെ നഷ്ടങ്ങളും പിൽക്കാലത്ത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് അത്തരം കുറച്ച് രാജ്യങ്ങളിൽ നടന്നിരിക്കുന്ന മുൻകാലങ്ങളിൽ നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മണ്ടത്തരത്തിൻ്റെ കഥകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ഒന്നാം ലോക യുദ്ധത്തിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഏതാനും ആഴ്ചകൾക്കകം അവസാനിക്കും എന്ന് ആരംഭിച്ച യുദ്ധം 4 വർഷം നീണ്ടു നിന്നു. ഈ 4 വർഷം നീണ്ടു നിൽക്കും എന്ന് യുദ്ധത്തിന് ആരംഭം കുറിക്കപ്പെട്ട ഒരു രാജ്യവും കരുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം സൈനികപരമായ രീതിയിൽ ശത്രുവിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ നോക്കുന്ന സമയത്ത് ഹിറ്റ്ലർ USSRനെ, അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. മണ്ടത്തരമായി പോയി തനിക്ക് പറ്റിയത് എന്ന് പിൽക്കാലത്ത് ഹിറ്റ്ലർ അത് പറയുകയും ചെയ്തു. അങ്ങനെ വന്ന സമയത്ത് 2 മുന്നണികളിലും ഒരേ സമയത്ത് യുദ്ധം ചെയ്യേണ്ട പ്രത്യേകമായിരിക്കുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് ഹിറ്റ്ലർ എത്തിയത് USSRനെ ആക്രമിച്ചതിന് ശേഷമാണ്. അടുത്ത പറയുന്നത് പേൾ ഹാർബർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. പേൾ ഹാർബർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഹാർബറാണ്. അതിന് ജപ്പാൻ ആക്രമിച്ചു 2ാം ലോക യുദ്ധത്തോടനുബന്ധിച്ചാണ്. അതുവരെ ഏറെക്കുറെ മൗനം പാലിച്ചിരുന്ന അമേരിക്ക പിന്നീട് 2ാം ലോക യുദ്ധത്തിലേക്ക് നേരിട്ട് പ്രവേശിച്ചു എന്ന് മാത്രമല്ല, അന്ന് വരെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടനായിരുന്നു. 2ാം ലോക യുദ്ധത്തിൽ പ്രവേശിച്ചതോട് കൂടിയിട്ട് പിന്നീട് അമേരിക്ക ഓട്ടോമാറ്റിക്കായിട്ട് മാറി. മാത്രമല്ല, അന്നത്തെ നമ്മൾ ഇന്ന് പറയുന്ന അമേരിക്കയുടെ സംഘശക്തി സൈനിക ബലവും ഒക്കെ ആ കാലത്ത് 2ാം ലോക യുദ്ധത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ജപ്പാനായിരുന്നു ഉണ്ടായിരുന്നത്. പേൾ ഹാർബർ ആക്രമിച്ചതോടുകൂടി ഭയാനകരമായിരിക്കും തിരിച്ചടി നൽകിയെന്ന് മാത്രമല്ല, ജപ്പാൻ നിലം കുത്തി വീണു എന്നുള്ളതാണ്. 2ാം ലോക യുദ്ധത്തിലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവായുധം പ്രയോഗിച്ചത്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു പ്രയോഗം നടത്തിയത് എന്ന് മാത്രമല്ല, അന്നത്തെ ലോകത്ത് അമേരിക്കയുടെ കൈവശത്തിൽ മാത്രമേ ആണവായുധം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുമാണ് അതിൻ്റെ സത്യം. പിന്നീട് ജപ്പാൻ കീഴടങ്ങി. ജപ്പാനിൽ ഏകദേശം 100-ലധികം കിലോമീറ്റർ പ്രദേശം ഇപ്പോഴും അമേരിക്കയുടെ സൈനിക ബേസായിട്ട് ഉപയോഗിക്കുന്നു. അന്ന് അവർ പിടിച്ചടക്കിയതാണ്. പിന്നീട് അത് യുദ്ധം ചെയ്യാനൊന്നും ജപ്പാന് കഴിഞ്ഞിട്ടില്ല. സൈനികർ കീഴടങ്ങി, ഭരണം അട്ടിമറിഞ്ഞു, അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന പുതിയ ഭരണ സംവിധാനം കൊണ്ടുവന്നു. അങ്ങനെ പോകുന്ന ആ കഥകൾ. വിയറ്റ്നാം യുദ്ധമാണ് അടുത്ത് പറയുന്നത്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കക്ക് കനത്ത രീതിയിലുള്ള പ്രഹരമേൽപ്പിച്ചു. പ്രതീക്ഷിച്ചതല്ല തിരിച്ചു കിട്ടിയത്.
അതോട് കൂടിയിട്ട് ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം നടത്തുന്നതിൽ നിന്ന് വല്ലാത്ത രീതിയിൽ പിന്മാറാൻ വേണ്ടിയിട്ട് ഇത് അമേരിക്കക്ക് വലിയൊരു പാഠമായി എന്നും കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നു. പിന്നീടുള്ളത് സോവിയറ്റ് അഫ്ഗാനിസ്ഥാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്താണെന്നോ അതിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്ത് എന്നുള്ളതും റഷ്യക്കും അമേരിക്കക്കും നിലവിലെ സാഹചര്യത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സോവിയറ്റ് യൂണിയനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ തന്നെ തകരാൻ കാരണമായത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധമാണ്. പിന്നീട് അമേരിക്ക അഫ്ഗാനിസ്ഥാനെ കീഴടക്കി നമുക്കറിയാം. അമേരിക്കയിലെ പെൻറ്റഗൺ അൽഖ്വയ്ദ തീവ്രവാദികൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തെ അട്ടിമറിച്ചു. പിന്നീട് അമീദ് കർസായുടെ നേതൃത്വത്തിലുള്ള പുതിയൊരു ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വന്ന് നമുക്കറിയാവുന്നതാണ്. അമീദ് കർസായിയുടെ ഭരണം 15 കൊല്ലം, ഏകദേശം 18 വർഷത്തോളം നീണ്ടുന്നു. 15 കൊല്ലം അമീദ് കർസായി ഭരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ റസ കർസായി എന്ന പേരുള്ള, അങ്ങനെ തോന്നുന്ന പേര്, അദ്ദേഹം ഭരിച്ചു. അതിൻ്റെ ഇടയിൽ വളരെ പെട്ടെന്നാണ് ഈ താലിബാൻ എന്ന് പറയുന്ന വിഭാഗം സൈനികമായിരിക്കുന്ന ശക്തി സംഭരിച്ചുകൊണ്ട് ആ ഭരണത്തെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുക്കുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ ആക്രമണത്തിന് മുമ്പിൽ 2500-ലധികം അമേരിക്കൻ സൈനികർ തരുത്തുപോയി എന്നുള്ള ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി വന്നു. പിന്നീട് താലിബാനോട് യാചിക്കേണ്ടി വന്നു അമേരിക്കയുടെ സൈനികരെ ജീവനോടെ കൂടി വിട്ടുകിട്ടണം എന്ന്. അതിനാണ് ഖത്തർ മധ്യസ്ഥ പറഞ്ഞത്. ഇതിൽ പറയുന്ന കാര്യം, താലിബാൻ എന്ന് പറയുന്ന സൈനികപരമായിരിക്കുന്ന ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ആ സംവിധാനം രണ്ടാമത് തിരിച്ചു വന്നത് എന്ന് ചുരുക്കം. അഫ്ഗാനിസ്ഥാനിൻ്റെ മലനിരകളിൽ പോയിട്ട് വലിയ രീതിയിൽ സൈനികപരമായിരിക്കുന്ന ശക്തി ശേഖരിക്കുകയും അങ്ങനെ തിരിച്ചടിക്ക് ഒരുക്കം കൂട്ടുകയും ചെയ്തു. അമേരിക്ക അത് അറിയാതെ പോയി, അങ്ങനെ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ്. അടുത്തത് പറഞ്ഞത് വിൻ്റർ യുദ്ധം. അത് സോവിയറ്റ് യൂണിയനും ഫിൻലാൻഡും തമ്മിൽ നടന്നിരിക്കുന്ന യുദ്ധമാണ്. ആ ഫിൻലാൻഡുമായിട്ട് നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് USSRന് വലിയ തോൽവിയുണ്ടായി. അത് അവരുപയോഗിച്ചിരിക്കുന്ന യുദ്ധതന്ത്രങ്ങൾക്ക് മുമ്പിൽ USSRൻ്റെ സേന പതറിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിൻ്റർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഫിൻലാൻഡ് സാധിച്ചത് സോവിയറ്റ് യൂണിയൻ പതറിപ്പോയിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അടുത്തത് നമ്മൾ പറയുന്നത് ഇറാഖും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം. സംഭവം ഇറാഖിൽ അമേരിക്കയുടെ ആധിപത്യമുണ്ടായി. അവിടെ സദ്ദാം ഹുസൈൻ്റെ ഭരണം വീണു. പുതിയ ഭരണ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ പോലും ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള വിശ്വാസ്യതക്കുറവ് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കുണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ അവർ കള്ളത്തരം പറഞ്ഞു. വലിയ രീതിയിലുള്ള ആയുധങ്ങൾ, നശീകരണ ആയുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന യുദ്ധം അവസാനിച്ചിട്ടും ഭരണാധികാരിയെ തൂക്കിലേറ്റിട്ട് അത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പിന്നീട് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വിശ്വാസ്യത ഇടിവ് ലോകാടിസ്ഥാനത്തിൽ അമേരിക്കക്കുണ്ടായി എന്ന് മാത്രമല്ല, 5000-ലധികം അമേരിക്കൻ സൈന്യം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. കൂട്ടക്കൊലക്ക് തുല്യമായിരിക്കുന്ന മരണമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. 5000 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര ഉണ്ട് എന്നുള്ളത്. ഒരു ബസ്സിൽ ഏകദേശം 100ഓളം ആളുകളുള്ള വലിയ ഡബിൾ ഡെക്കർ ബസ്സാണ്. അങ്ങനെ യുദ്ധമുഖത്തേക്ക് പോകുന്ന ബസ്സാണ്. ഫുൾ സൈനികരാണ്. 100 മുതൽ 125 വരെ സൈനികരുണ്ട് എന്ന് പറയുന്നു. അതിനിപ്പോൾ 2 ബസ്സാണോ ഒരു വലിയ ബസ്സിൽ ആണോ എന്നുള്ളതിനെ കുറിച്ച് കാണുന്നില്ല. ആ ബസ്സിലുള്ള അത്രയും അമേരിക്കൻ സൈനികർ ഒരു ചാവര സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അമേരിക്കയ്ക്കുണ്ടായിരുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് അതിനെ കാണുന്നത് ഇറാഖ് യുദ്ധത്തിൽ ഒരേ സമയത്ത് ഇത്രയേറെ സൈനികർ നഷ്ടപ്പെട്ടത് അന്നാണ്. 100 മുതൽ 115 വരെയോ അതല്ലെങ്കിൽ 100 മുതൽ 125 സൈനികർ വരെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ 2 ഈ വാഹനത്തിൽ നടത്തിയിരിക്കുന്ന സ്ഫോടനത്തിലായിരിക്കാം അങ്ങനെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. എത്ര 5 കൊല്ലത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള 2ാമത്തെ രാജ്യമാണ്. ഉക്രൈൻ ഏകദേശം ഒരു 30 അതിൻ്റെ താഴെയുള്ള രാജ്യമാണ്. പക്ഷേ സൈനിക ബലം നോക്കുന്ന സമയത്ത് എന്തേ ജയിക്കാൻ പറ്റാത്തത്? 5 വർഷമായി യുദ്ധത്തിലാണ്. അതൊരു മണ്ടത്തരമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ എന്ന് പറയുന്ന സൈനിക ശക്തിയുള്ള രാജ്യമല്ല ഉക്രൈൻ. റഷ്യ കീഴടക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെ പിന്നാമ്പുറം നിന്നുകൊണ്ട് മറ്റു ലോക രാജ്യങ്ങൾ സഹായിക്കും എന്ന് മനസ്സിലാക്കുന്നത് റഷ്യ പരാജയപ്പെട്ടു. അടുത്ത യുദ്ധം ഗസയും ഇസ്രായേലും തമ്മിലാണ്. ഗസ ഒരു രാജ്യമല്ല.
ഗസ ഒരു രാജ്യത്തിൻ്റെ സൈനിക സംവിധാനം അവിടെ അല്ല, അതൊരു പ്രദേശമാണ്, പ്രദേശത്തിൻ്റെ ഒരു സൈനിക ട്രൂപ്പാണ് ഹമാസ് എന്ന് പറയുന്നത്. അവരുമായിട്ട് 2 വർഷം യുദ്ധം ചെയ്യുന്നു, ജയിക്കാൻ വേണ്ടി പറ്റില്ല. ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരം എന്നത് പറയപ്പെടുന്നു. ഇറാൻ അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏറ്റവും അവസാനം 10ാമത്തെ നമ്മൾ പറയുന്ന സമയത്ത് 4ാം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രതീക്ഷയുണ്ട് എന്ന് അമേരിക്ക പറയുന്നു എന്നല്ലാതെ ഒരു പ്രതീക്ഷയില്ല എന്ന് മാത്രമല്ല, നിരാശയാണ് ഫലം. എന്താ പറ്റിയത്? കൃത്യമായ രീതിയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവും മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ശത്രുവിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരു യുദ്ധം വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നാറ്റോ സഖ്യം മോഡൽ അറേബ്യൻ രാജ്യങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ പരിണത ഫലം ആ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇറാൻ സാധിക്കും എന്നുകൂടി ഈ പത്രവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു.